ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. ബൈ ദ വേ, നമ്മൾക്കിന്ന് ചെയ്യാനുള്ളത് ഒരു വൈറ്റ് ട്രഫിൾ കേക്കാണ് കേട്ടോ. ഈ കേക്കിന് ഓർഡർ തന്നിട്ടുള്ളത് എൻ്റെ സ്പെഷ്യൽ ആൻഡ് റെഗുലർ കസ്റ്റമറാണേ. അവരുടെ കസിൻ സിസ്റ്ററിന് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനാണ് കേട്ടോ ഈ കേക്ക്. ഫസ്റ്റ് അവർ എൻ്റെ അടുത്ത് ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ നൈറ്റ് ഒരു 10:30 ഒക്കെ ആയപ്പോഴാണ് എനിക്ക് ഈ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു. കാരണം ഇത്രയും ലേറ്റ് നൈറ്റിൽ ടെൻഡർ കോക്കനട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അവരെന്നാൽ ഓക്കെ, വൈറ്റ് ഫ്ലേവറിലുള്ള ഏതെങ്കിലും ഒരു കേക്ക് സെലക്ട് ചെയ്തോ, അവർക്ക് വൈറ്റ് ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണ് കേട്ടോ ഞാൻ വൈറ്റ് ഫ്ലേവറിൽ വൈറ്റ് ട്രഫിൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ സ്പഞ്ച് സോക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മിൽക്കും മിൽക്ക് മെയ്ഡും മാത്രമുള്ളൊരു സിറപ്പാണ് കേട്ടോ. അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ഓൾറെഡി വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് കേട്ടോ നമ്മൾ ഐസിങ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിന് മുകളിൽ കുറച്ചുകൂടി ഗനാഷ് മിക്സ് ചെയ്ത് വൈറ്റ് ചോക്ലേറ്റും കൂടി ഗ്രേറ്റ് ചെയ്തിടും. അപ്പോൾ ശരിക്കും നല്ല റിച്ച് ടേസ്റ്റ് ആവും കേട്ടോ കഴിക്കാൻ. പിന്നെ നിങ്ങൾ ഈ സ്പഞ്ച് സോക്ക് ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പിന് പകരം ഈ മിൽക്ക് സിറപ്പ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അതാവുമ്പോൾ ആ കേക്കിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കസ്റ്റമർക്ക് കേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 100% നീതി പുലർത്തി നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് ഹാപ്പി ആയിട്ട് അത് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റിസൾട്ട് അത് കഴിക്കുന്നവർക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല. പിന്നെ ഈ ഐസിങ് ചെയ്തെടുക്കാൻ നല്ല ക്ഷമ വേണം കേട്ടോ. ആദ്യമൊക്കെ ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ക്ഷമയോടെ ഒരുപാട് ടൈം എടുത്ത് നിങ്ങളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാനിത് സെക്കൻഡ് കോട്ട് ചെയ്ത് ഒന്നുകൂടി ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് കേട്ടോ, ഈ ക്ഷമയില്ലാത്തവർക്ക് പറ്റിയ പണിയേ അല്ല കേട്ടോ ഈ ബേക്കിംഗ്. നല്ല ക്ഷമ വേണം. പിന്നെ നിങ്ങളുടെ ടൈമും. നമ്മൾ എത്രത്തോളം ടൈം എടുത്ത് അത് ഫിനിഷ് ചെയ്യുന്നോ അത്രത്തോളം ഭംഗിയിൽ നമുക്കതിനെ കാണാനും പറ്റും. പിന്നെ നിങ്ങൾ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്രയും ടൈം വേണ്ടി വരില്ല കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണേ. കൂടെ ഒന്ന് സബ്സ്ക്രൈബും. എന്താണെന്നറിയില്ല, ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, എന്നാൽ കൂടിയും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താൻ എല്ലാവർക്കും ഒരു മടിയാണല്ലോ. നമ്മളെപ്പോലുള്ള ബിഗിനേഴ്സിനൊക്കെ നിങ്ങളല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഒന്നും നോക്കണ്ട, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഇതിൻ്റെ മിനുക്ക് പണി ഏകദേശം ഒന്ന് ഫിനിഷ് ആവാറായിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ നമ്മളോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, കേക്ക് കാണുമ്പോൾ ആൾ ഒന്ന് സർപ്രൈസ് ആവണം. പിന്നെ ഞാൻ അതും ചിന്തിച്ചൊരു നിൽപ്പായിരുന്നു, എന്ത് ഡിസൈൻ കൊടുക്കും. അപ്പോഴാണ് കേട്ടോ മുന്നേ എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള ഒരു കേക്ക് എനിക്ക് ഓർമ്മ വന്നത്. പണ്ടെപ്പോഴൊക്കെയോ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു ഡിസൈനായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, അതിനനുസരിച്ചുള്ള ഒരു അവസരം വന്നില്ല. പക്ഷേ ഇതാ ഇപ്പോൾ ഒരവസരം വന്നിരിക്കുന്നു. അപ്പോൾ ഇത് തന്നെ അങ്ങ് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഈ മോഡൽ കണ്ടിട്ടുള്ളത് സ്ക്വയർ കേക്കിലാണ് കേട്ടോ. നമ്മളിത് റൗണ്ട് കേക്കിൽ പരീക്ഷിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനിയാണ് വൻ കോമഡി. ചിത്രം വര എന്ന കലാവാസന എൻ്റെ അരികത്തെ കൂടി പോലും പോയിട്ടില്ല. പക്ഷേ നമുക്കതിൻ്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. അതിൽ PhD എടുത്ത അഹങ്കാരത്തോടെ തന്നെ നമ്മളെല്ലാം വരച്ച് ഫിനിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ വരച്ച് പകുതി ആയപ്പോഴേക്കും ഡിസൈൻ തന്നെ മാറ്റിയാലോ എന്ന് ആലോചിച്ച് പോയി. അത്രയ്ക്കും ബോറായി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുന്നില്ലേ. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും തോറ്റു പിടിക്കില്ലല്ലോ. ചെയ്തു വന്നപ്പോഴാണ് സംഭവത്തിൻ്റെ ഒരു ഇരിപ്പ് വശമൊക്കെ ഒന്ന് പിടികിട്ടിയത്. അതങ്ങനെയാണല്ലോ, ഫസ്റ്റ് ടൈം ചെയ്യുന്നതല്ലേ. പിന്നെ നമ്മൾ ആ കുളമായ ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റീക്രിയേറ്റ് ചെയ്തു, സെയിം സംഭവം. പിന്നെ വരക്കാൻ അറിയുന്നവർക്ക് നന്നായിട്ട് തന്നെ വരക്കാം കേട്ടോ. പിന്നെ നമ്മൾക്ക് ഈ ചിത്രം വരയിൽ PhD ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ മുമ്പിൽ ഒരു നൂൽപുട്ട് ഉണ്ടാക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. എന്താല്ലേ, ഇങ്ങനെയുള്ള ടൈമാണ് എനിക്ക് ഈ ചിത്രം വരക്കാൻ അറിയുന്നവരോട് വല്ലാണ്ട് അങ്ങ് അസൂയ തോന്നുന്നത്. പിന്നെ പടച്ചോൻ എല്ലാവർക്കും ഒരു കഴിവ് കൊടുക്കൂലല്ലോ, നമുക്കങ്ങനെ കരുതി ആശ്വസിക്കാം. അപ്പം നമ്മുടെ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സോറി,
നൂൽപുട്ട് പോലെ ഡിസൈൻ ചെയ്ത നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്ലവർ ലീവ്സ് ഒക്കെ വെച്ച് ഒന്ന് മെനയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇപ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ലുക്കൊക്കെ കിട്ടുന്നില്ലേ? ഒന്ന് സർപ്രൈസ് ആവാൻ ഈ കേക്ക് ധാരാളമല്ലേ? അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് നമുക്ക് നല്ല റിവ്യൂ ആണ് കേട്ടോ കിട്ടിയിരുന്നത്. ആൾ ഭയങ്കര സർപ്രൈസായി, അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ നമ്മളെ കസ്റ്റമർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ആ പോസിറ്റീവ് റിവ്യൂ ആണ് കേട്ടോ നമുക്ക് വീണ്ടും വീണ്ടും കേക്ക്സ് ചെയ്യാൻ പ്രചോദനമാവുന്നത്. ഇനി പ്രഹസനത്തിന് ഒട്ടും കുറക്കണ്ട, കുറച്ച് ഫോട്ടോസ് കൂടി ആവാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടി പറയാണ്. ഇനി അടുത്തൊരു കേക്കിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.